വെക്കണ ഫാറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് അതിനേക്കാൾ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ മറ്റേ പരസ്യത്തിലൊക്കെ കേൾക്കാറില്ലേ, നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. അതേപോലെ നിങ്ങൾ ഓരോ ദിവസവും ഇപ്പൊ വലിയ വില കൊടുത്തിട്ടല്ലേ രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഫാറ്റ് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് സേവ് ചെയ്ത് വെക്കണം. ഇനി ഞാൻ തൈറോയിഡിനെ കുറിച്ചും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. തൈറോയിഡ് ഉള്ളവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരിക്കലും വൈറ്റ് സോൾട്ട് യൂസ് ചെയ്യരുത്. നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും വീട്ടില് വൈറ്റ് സാൾട്ട് ആയിരിക്കും, സാധാരണ അയഡിൻ ചേർത്ത ഉപ്പ് ഇല്ലേ? അയഡിൻ ചേർക്കാത്ത ഉപ്പ് ആരുടെയൊക്കെ വീട്ടിലുണ്ട്? ബാക്കിയുള്ളവരുടെ വീട്ടിൽ ഇല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം കേട്ടോളിട്ടോ, തൈറോയ്ഡ് ഉള്ളവർ മാത്രമൊന്നുമല്ല, എല്ലാരും നിങ്ങൾ ഇതിൽ മാത്രം ലാഭം നോക്കരുത്. കാരണം നമ്മൾ 1 കിലോ അരി വാങ്ങുന്നത് 50 രൂപ, 1 കിലോ മീന് വാങ്ങണത് 200 രൂപ, 250 രൂപ, ചിക്കൻ 250 രൂപയാണ് കിലോയ്ക്ക്. അതേപോലെ തന്നെ ഇനി മട്ടൺ ആണോ ബീഫാണോ വാങ്ങണേന്ന് അറിയില്ല, എന്തിനായാലും ഇതിനെല്ലാം വിലയുണ്ട്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങുന്നത്, ഇപ്പൊ 1 കിലോ ചിക്കൻ വാങ്ങിയാലും 1 കിലോ മട്ടൺ വാങ്ങിയാലും ബീഫ് വാങ്ങിയാലും അരി വാങ്ങിയാലും, ഇനി ഇതൊന്ന് കേക്ക് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും ഇതെല്ലാം നമുക്ക് 100-500 രൂപ ചെലവ് വരും. ഏറ്റവും കുറഞ്ഞത് 200 രൂപ, അരി ആണെങ്കിൽ 50 രൂപ. ഈ സാധനം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരൂലേ? നമ്മുടെ വീട്ടിൽ ഒരു 10 പേരോ 5 പേരോ ഒക്കെ ഉണ്ടെങ്കിൽ 1 കിലോ അരി വെച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തീരും. ഇനിയിപ്പോ നമ്മളെ വീട്ടിൽ 2 പേരേ ഉള്ളെങ്കിലും 1 കിലോ ചിക്കൻ വെച്ച് നമ്മൾ അന്തസ്സായിട്ട് തിന്ന് തീർക്കും. ബീഫ് ആണെങ്കിൽ പിന്നെ പറയണ്ട, അടുക്കളയിൽ നിന്ന് നമ്മൾ മാറൂല, ഇല്ലേ? അപ്പൊ ഇതെല്ലാം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് 1 കിലോ ഉപ്പ് 150 രൂപ കൊടുത്ത് വാങ്ങിക്കൂടാ? 1 കിലോ ഉപ്പ് ഒരാളും ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ 4 ആഴ്ച കൊണ്ടോ തിന്ന് തീർക്കൂല. എന്തായാലും 1 കിലോ ഉപ്പ് ഒരു മാസത്തേക്ക്, അത്യാവശ്യം ആൾക്കാരുള്ള വീടാണെങ്കിൽ പോലും ഒരു 4 ആഴ്ചത്തേക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ലോക്കൽ ഒരു കാര്യത്തിൽ മാത്രം ദാരിദ്ര്യം നോക്കരുത്. 10 രൂപയുടെ ഉപ്പ് നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത്. കാരണം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടില് ഉപ്പ് മാറ്റുക. നിങ്ങൾ പഴയ ഉപ്പിനെ എടുത്ത് ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് വലിച്ചെറിയുക. എന്നിട്ട് നിങ്ങളൊരു പിങ്ക് സാൾട്ട് വാങ്ങി വെക്കുക. പിങ്ക് സാൾട്ട് എന്ന് പറയും, റോക്ക് സാൾട്ട് എന്ന് പറയും, ഇന്ദുപ്പ് എന്ന് പറയും. ഈ സാധനങ്ങളെല്ലാം നല്ലതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ആയുർവേദ കടയിൽ കല്ല് പോലെ കിട്ടുള്ളൂ. അത് വീട്ടിൽ കൊണ്ടുവന്ന് കുത്തി പൊട്ടിച്ചിട്ടൊക്കെ എടുക്കണമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് നല്ല പൊടിയായിട്ടുള്ള ഉപ്പ് തന്നെ കിട്ടും. വളരെ നല്ലതാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പിങ്ക് സാൾട്ട് യൂസ് ചെയ്യുക. നോർമൽ ഉപ്പ് നിങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കുക കേട്ടോ. ഒരിക്കലും നമ്മളത് കഴിക്കരുത്. നമ്മൾ